എല്ലാവർക്കും നമസ്കാരം. പ്രിയപ്പെട്ട ചാലക്കുടിക്കാരെ, നിങ്ങൾ കേട്ട ഏറ്റവും വലിയ ചാലക്കുടി തമാശ ഏതാണ്? ഒന്ന് ഓർത്തു നോക്കിയേ. എന്നാൽ നിങ്ങൾ ഓർത്തോർത്ത് ചിരിച്ച എല്ലാ ചാലക്കുടി തമാശകൾക്കും അപ്പുറം അതിനേക്കാളും വലിയ ചിരിക്കാനും ഓർത്തോർത്ത് ചിരിക്കാനുമുള്ള ഒരു തീരുമാനം ചാലക്കുടി നഗരസഭാ കൗൺസിലിൽ എടുത്തിരിക്കുകയാണെന്നുള്ളൊരു കാര്യമാണ് നിങ്ങളോട് പറയാനുള്ളത്. എന്തായിരുന്നാലും ഈ തീരുമാനം എടുക്കുന്നതിനേക്കാൾ മുൻപ് UDFൻ്റെ പാർലമെൻറ്റ് പാർട്ടി ലീഡർ ഷിബു ആലപ്പൻ ഒരു മുൻകൂർ ജാമ്യം എടുത്തു. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞങ്ങൾ ഈ തീരുമാനം എടുത്തതിൻ്റെ ഫലമായിട്ട് ഞങ്ങളെ പുച്ഛിക്കുകയും ഞങ്ങളെ പരിഹസിക്കുകയും ഒക്കെ ചെയ്യുന്ന ആളുകളുണ്ടാകാം. ഞാൻ എന്തായാലും പുച്ഛിക്കുകയും ചെയ്യും, പരിഹസിക്കുകയും ചെയ്യും. കേരളത്തിൻ്റെ തലസ്ഥാനം തിരുവനന്തപുരത്ത് നിന്ന് ചാലക്കുടിയിലേക്ക് മാറണം, ചാലക്കുടിയാണ് നടക്കുള്ളതെന്ന് പറഞ്ഞ് പ്രമേയം പാസ്സാക്കിയ ടീമുകൾ നമ്മുടെ ചാലക്കുടിയിലുണ്ട്. അതിന് നേതൃത്വം കൊടുത്ത ആൾക്കാർ, അങ്ങനെയുള്ള ആൾക്കാർ ഇതല്ല, ഇതിനപ്പുറം പറഞ്ഞാലല്ലേ അത്ഭുതമുള്ളൂ. അതവിടെ കേട്ടെ. ഇപ്പോൾ പുതിയ ജില്ലകൾ പ്രഖ്യാപിക്കാൻ പോകുന്നുണ്ട്. ഭാവിയിൽ നമ്മുടെ തൃശ്ശൂർ ജില്ല വിഭജിക്കുകയാണെങ്കിൽ ഒരു ചാലക്കുടി ജില്ല വേണമെന്ന് പറയാനായിട്ട് ആരെങ്കിലും വായിൽ എന്തെങ്കിലും വന്നോ? അത് ആണുങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഏത് ജില്ല എവിടെ ഉണ്ടാവണം? തൃശ്ശൂർ ജില്ല വിഭജിക്കുകയാണെങ്കിലേ ഞങ്ങൾക്ക് ജില്ല വേണമെന്നും പറഞ്ഞ് ആവശ്യപ്പെട്ട ഒരു ജനപ്രതിനിധി നമ്മുടെ ചാലക്കുടിയുടെ തൊട്ടടുത്ത് തന്നെ ഒരു നിയമമണ്ഡലത്തിൽ ജനപ്രതിനിധി ഉണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, കേരള തലസ്ഥാനം വരെ മാറ്റണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പ്രമേയം പാസ്സാക്കിയ ആൾക്കാർക്ക് ഇതുപോലൊരു പ്രമേയം പാസ്സാക്കിയില്ലെങ്കിൽ അത്ഭുതമുള്ളൂ. സംഭവം എന്താണെന്നറിയോ? KV പോൾ വൈസ് ചെയർമാൻ അവതാരകനായിട്ട് ഒരു പ്രമേയം കൗൺസിൽ വന്നു. എന്താണ് പ്രമേയം? നിലവിൽ ചാലക്കുടിയിൽ ഭയങ്കര ഗതാഗത കുരുക്കാണ്. ഇത് പരിഹരിക്കാനായിട്ട് ഒരു രക്ഷയില്ല. ഏത് നമ്മുടെ ഗുഹാമുഖത്തിൻ്റെ സംഭവം, അത് പരിഹരിക്കാനായിട്ട് ഒരു നിർത്തില്ല. എങ്ങനെ പരിഹരിച്ചാലും അവിടെ ഗതാഗത കുരുക്കുണ്ടാവും. ട്രങ്ക് റോഡ് ജംഗ്ഷൻ ആണെങ്കിൽ അടഞ്ഞുപോയി. ആ റോഡിൻ്റെ വ്യാപാരികൾക്കൊക്കെ ഒരു കച്ചവടമില്ല. ഇവിടെ പഴയ മുനിസിപ്പൽ കോടതി ജംഗ്ഷൻ അടഞ്ഞതാണ് അതിൻ്റെ കാരണം. അപ്പോൾ നമുക്കിത് തിരുത്തണം. എങ്ങനെ തിരുത്തണം? നമുക്ക് പണ്ടുണ്ടായിരുന്ന ഈ മുനിസിപ്പൽ കോടതി ജംഗ്ഷനിൽ ഇപ്പോൾ അടഞ്ഞു പോയാൽ അവിടെ ഒരു പുതിയ അടിപ്പാത, ലൈറ്റ് വെഹിക്കിൾസിന് പോകാനായിട്ട് ഒരു പുതിയ അടിപ്പാത നിർമ്മിക്കുകയോ, ബോയ്സ് ഹൈസ്കൂളിൻ്റെ അവിടെ വന്ന് നിൽക്കുന്ന ഫ്ലൈ ഓവർ അവിടെ നിന്ന് ഇങ്ങനെ നീട്ടി ഈ അടിപ്പാതയുമായിട്ട്, പുതിയ അടിപ്പാതയുമായിട്ട് ജോയിൻ ചെയ്യിപ്പിക്കാനോ സാധിക്കുന്ന തരത്തിലൊരു തീരുമാനം നമുക്ക് എടുക്കണം. അങ്ങനെ ഒരു പ്രമേയം ഭരണപ്രതിപക്ഷ സപ്പോർട്ടോടുകൂടി പാസ്സാക്കിയിരിക്കുകയാണ്. എന്താണ് സംഭവം? എൻ്റെ ചാലക്കുടിക്കാരെ, 21-ലധികം പേരുടെ ജീവൻ പോയ ഒരു സ്ഥലമാണ്. ഇവർ ആരെക്കുറിച്ചെങ്കിലും ചിന്തിച്ചോ? ഇതിൽ ഏറ്റവും വലിയ കോമഡി എന്താണെന്നറിയോ? ഈ ഷിബു ആലപ്പനെ പോലുള്ള ആളുകൾ പറഞ്ഞ കാര്യത്തിൽ നമ്മൾ മറുപടി പറഞ്ഞു പോകണം. ആളുകളെ മുഴുവൻ ഇങ്ങനെ പറഞ്ഞു പറ്റിക്കുന്ന ഒരു മനുഷ്യനായിട്ട് ഇയാൾ എങ്ങനെ മാറി എന്നുള്ളതാണ്. അദ്ദേഹം ചെയർമാനായിരിക്കുന്ന സമയത്താണ് അവിടുത്തെ ഈ ഇപ്പോൾ നിർമ്മിച്ച അടിപ്പാതയുടെ അവിടെ ബെൽമൗത്തിന് വീതി കൂട്ടാൻ വേണ്ടിയിട്ട് അവിടുത്തെ ഇലക്ട്രിക് പോസ്റ്റുകൾ ഇപ്പോൾ മാറ്റാൻ പോകണമെന്ന് പറഞ്ഞിട്ട് ഒരു സ്റ്റണ്ട്, ഒരു പടക്കം ഞങ്ങളെപ്പോലുള്ള ആൾക്കാരെ വിളിച്ചു വരുത്തി ഇദ്ദേഹം പറയണം. ഇദ്ദേഹം ഇങ്ങനെ കുറേ ഇരുന്ന് എഴുതിയിട്ട് ഇങ്ങനെ വാർത്തകൾ വിടും. എന്തെങ്കിലും സത്യങ്ങൾ അതിലുണ്ടോ? എന്തെങ്കിലും സത്യങ്ങൾ? ഇദ്ദേഹത്തിൻ്റെ വില ആദ്യം പോകുന്നത് ഇക്കാര്യത്തിലാണ്. നമുക്ക് പറയാൻ പറ്റാവുന്ന കാര്യങ്ങൾ പറഞ്ഞാൽ നമുക്ക് ദഹിക്കും. ഇതെന്താണെന്ന് ആൾ പറഞ്ഞുകൊണ്ടിരുന്നത്, ഇലക്ട്രിക് പോസ്റ്റുകൾ ഇപ്പോൾ മാറ്റും, അതിന് വീതി കൂട്ടും. ഇന്നേ വരെ അവിടെ ഇറിഗേഷൻ്റെ സാങ്ഷൻ മേടിക്കണം, താലൂക്കിൻ്റെ സാങ്ഷൻ മേടിക്കണം. ഇത് വാങ്ങിച്ചാലാണ് എസ്റ്റിമേറ്റ് സംഗതികൾ KCBക്ക് എടുക്കാൻ പറ്റുള്ളൂ. ഇതൊന്നും തന്നെ ചെയ്തിട്ടില്ല, ഒരു കാര്യം ചെയ്തിട്ടില്ല. ഇപ്പോൾ ഇവർ ചൊല്ലിട്ടിരിക്കുകയാണ് ആ ഗുഹാമുഖത്തിന് ഇനി വേറെ ഒന്നും ചെയ്യാൻ സാധിച്ചില്ല. അത് എന്ത് ചെയ്തിട്ടും കാര്യമില്ല. അപ്പോൾ ഇതുവരെ ഇവർ ഈ പത്രമാധ്യമങ്ങളിലൂടെ അറിയിച്ചു തന്നിട്ട് KKക്ക് കൊടുക്കുന്നു, കാട്ടാളുടെ ചേട്ടന് കൊടുക്കുന്നു, ഇപ്പോൾ കോൺക്രീറ്റിൻ്റെ സൈഡ് കട്ട് ചെയ്യും, ഇപ്പോൾ പണി കൊടുക്കും. സംഭവം അതാണ്. അങ്ങനെയാണ്. എഴുത്തല്ലായിരുന്നു. നിങ്ങൾ കണ്ടില്ല വാർത്തകളൊക്കെ? നിങ്ങൾക്ക് ഓർമ്മയില്ലേ? ഓരോന്നും നിങ്ങൾ ഓർത്ത് വയ്ക്കുക. നിങ്ങളെ പറ്റിക്കുകയായിരുന്നു, ആൾക്കാരെ മുഴുവൻ പറഞ്ഞു പറ്റിക്കുകയായിരുന്നു. എന്താണ് ഇങ്ങനെ അടിച്ചുവിടാം? നമുക്കിത് അറിയാവുന്ന കാര്യങ്ങൾ, നടക്കാവുന്ന കാര്യങ്ങൾ നമ്മൾ ഓതിയാൽ മതിയില്ലേ? അല്ലെങ്കിൽ എന്നെ പോലുള്ള ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, നിങ്ങൾ പറയുന്നത് നുണയാണ് ഷിബു ആലപ്പ എന്ന് പറയും. ഇപ്പോൾ ഈ സംഭവം ഉണ്ടായി. ഈ കോൺക്രീറ്റിൻ്റെ അവിടെ ബെൽമൗത്ത് വീതി കൂട്ടാൻ വേണ്ടി അവിടെ കട്ട് ചെയ്യാം. കോൺക്രീറ്റ് മറ്റേ കാനയുടെ അവിടുത്തെ ഫുട്പാത്തിൻ്റെ അവിടുത്തെ കോൺക്രീറ്റ് കട്ട് ചെയ്ത് വീതി കൂട്ടാന്ന് പറഞ്ഞു. അതിന് കാശ് ചിലവുണ്ട്. ഇപ്പോഴാണ് അവർ മനസ്സിലാക്കണേ. നിലവിലുള്ള അത് ഏൽപ്പിച്ച ആൾക്കാർ പറഞ്ഞു, ഞങ്ങൾക്ക് ഇവിടെ നേരെ പണിയുള്ള സംഭവങ്ങളൊന്നുമില്ല, അതുകൊണ്ട് ഈ പണി ഏറ്റെടുക്കണമെങ്കിൽ ഞങ്ങൾക്ക് ഇത്ര കാശ് വേണം. 3,80,000 മറ്റോ ചിലർ കാശ് അതിന് ആവശ്യമായിട്ട് വരും. ഇത് കട്ട് ചെയ്തു അതിൻ്റെ മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി. ഇവരത് ഓർത്തില്ലേ? ഇവരിങ്ങനെ അടിച്ചുവിടല്ല. ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ഇലക്ട്രിക് പോസ്റ്റുകൾ ഇപ്പോൾ മാറ്റുന്ന പറഞ്ഞ് തീരുമാനമെടുത്ത് വരി. അത് ചൊല്ലിട്ടു. ഞാനിപ്പോഴും പറയുന്നത്, തലയ്ക്ക് മൂളയുള്ള ഏതെങ്കിലും നല്ല പയ്യന്മാരെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ, ഏതെങ്കിലും നല്ല ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ പഠിച്ച ആൾക്കാരെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ആ അടിപ്പാതയുടെ അശാസ്ത്രീയമായിട്ടുള്ള പ്രശ്നങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കി അതിന് കാര്യങ്ങൾ കണ്ടെത്താൻ പറ്റും. ഇത് 2026 ഇതിനൊക്കെ ഒരു ഉത്തരം ഉണ്ടാവില്ലേ? ഒരു തീരുമാനം എടുക്കാൻ സാധിക്കില്ലേ? എന്തുകൊണ്ടാണ് അത് ചെയ്യാൻ പറ്റാത്തത്? ഇവിടുത്തെ ഭരണ നേതൃത്വത്തിൻ്റെ പിടിപ്പുകേട്. ഈ വെറുതെ കുത്തിരുന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നല്ലാണ്ട് അതിനപ്പുറമില്ല. എന്തായാലും ചാലക്കുടിക്കാരൻ, നിങ്ങൾ കേട്ട ഏറ്റവും വലിയ തമാശ പറഞ്ഞില്ലേ? നമ്മുടെ ഭരണ സംവിധാനം, ചാലക്കുടിയിലെ ഭരണ സംവിധാനം പുതിയൊരു അടിപ്പാത നിർമ്മിക്കാനും ഫ്ലൈ ഓവർ നീട്ടാനും ഇപ്പോൾ തീരുമാനമെടുത്തിരിക്കുകയാണ്. ഞങ്ങളെ പരിഹസിക്കുമെന്നുള്ള ഉറപ്പുകൊണ്ട് മുൻകൂർ ജാമ്യം എടുത്തിട്ട് ഡയലോഗ് അടിച്ചിട്ടുണ്ട്. എന്തായാലും ഈ കാര്യത്തിൽ നഗരസഭയിലെ കൗൺസിലർ ജിയോ കിഴക്കുന്നതിൽ അദ്ദേഹത്തിൻ്റെ ഒരു കാര്യം വ്യക്തമാക്കി. എന്താ സംഭവം എന്നറിയോ? 2028 വരെ അവിടെ ഇപ്പോൾ നിലവിൽ നിർമ്മാണം ചെയ്തേക്കുന്ന കരാറുകാരന് അവിടുത്തെ സർവീസ് റോഡ് ഉൾപ്പെടെ മെയിൻ്റനൻസ് ഉൾപ്പെടെ ടോൾ പിരിക്കാനുള്ള സംഗതി കൊടുത്തിട്ടുണ്ട്. ഇനി 2028 കഴിഞ്ഞ് NHA ഈ സാധനം ഏറ്റെടുത്ത് എന്നിട്ട് ഈ വക കാര്യങ്ങൾക്ക് തീരുമാനം എടുക്കാൻ സാധിക്കുള്ളൂ. ഇനി ഇവർ ഈ ഗുഹാമുഖത്തിൻ്റെ കാര്യത്തിന് വേണ്ടി കൊണ്ടുവന്നേക്കുന്ന ആൾക്കാരായിരുന്നു ഏതോ സൂപ്പർവൈസർമാർ ഇവരൊക്കെ കൊണ്ടുവന്നത്. നിലവിലെ PD എന്തോരം ഈ വിഷയത്തിൽ ഇടപെടുന്ന ഇവർക്കറിഞ്ഞൂടെ? എന്തുകൊണ്ട് ഇത്തരം വിഷയങ്ങളിൽ അവഗാഹമുള്ള ആളുകളെ കൊണ്ടുവന്ന് ഇതിന് ഒരു കൃത്യമായിട്ടുള്ള കാര്യം എന്താണ് ഈ അടിപ്പാതയ്ക്ക് സംഭവിച്ചത് എന്ന് ആരും കണ്ടെത്താത്ത ഇതുപോലൊരു കോപ്രായം പണിത് വെച്ച ആളുകൾക്കെതിരെ എന്തെങ്കിലും ഇവർക്ക് മിണ്ടാൻ സാധിക്കുന്നുണ്ടോ? അതാണ് ഞാൻ പറഞ്ഞത്. ഇതുപോലൊരു കോപ്രായം ഇങ്ങനെ പണിത് വെച്ച് ഈ ജനസമൂഹത്തെ മുഴുവൻ ഗതാഗത കുരുക്കിലാക്കി മാറ്റിയവർക്കെതിരെ എന്തെങ്കിലും നടപടി ഉണ്ട്? എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? അപ്പോൾ ഒരു പുതിയ തീരുമാനം എടുത്തേക്കാണ്. 2050 ഇത് വരും എന്നുള്ള പ്രതീക്ഷയാണ് ഇവർ പങ്കുവെച്ചാണ്. പ്രിയപ്പെട്ട ചാലക്കുടിക്കാരെ, നമ്മളെപ്പോലൊരു ജനസമൂഹം വേറെ ഒരു സ്ഥലത്തുണ്ടാവില്ല. ഇതുപോലെ ഇങ്ങനെ പറ്റിക്കപ്പെടാൻ മാത്രം ഇങ്ങനെ വാർത്തകൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. എഴുത്തിങ്ങനെ നടക്കുന്നുണ്ട്. ഇങ്ങനെ ഇരുന്നാണ്ട് എഴുതാൻ വേണ്ടി ഒരു മേശ 2 മേശ കൂടി കൊടുക്കാൾക്ക് അവിടെ ഇരുന്ന് എഴുതാൻ വേണ്ടി. ഇതാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ ചാലക്കുടിയിൽ അടിപ്പാതയുടെ ഗതാഗത കുരുക്ക് മാത്രമാണോ? വേറെ എന്തെല്ലാം സംഭവങ്ങളുണ്ട്? എന്താണ് നടന്നിട്ടുള്ളത്? നിങ്ങൾ കണ്ടുനോക്കിയാൽ ഈ പട്ടണത്തിലേക്ക് വരുന്ന ആളുകളുടെ അവസ്ഥ എന്താണ്? എത്ര നാളായി ഇതിങ്ങനെ തുടങ്ങിയിട്ട്? എന്നിട്ട് ഇപ്പോൾ എടുത്ത തീരുമാനമാണ്. പ്രിയപ്പെട്ട ചാലക്കുടിക്കാരെ, എന്തായിരുന്നാലും ഇതിൽ വസ്തുനിഷ്ഠമായിട്ട് ചില കൗൺസിലർമാർ ചില തീരുമാനം പറഞ്ഞു. അതായത് വത്സൻ ചമ്പക്കര അദ്ദേഹം ഈ പ്രമേയം അവതരിപ്പിക്കാനും അനുകൂലിക്കുന്നുണ്ടെങ്കിൽ ഒരു കാര്യം പറഞ്ഞു. ഇതൊക്കെ വളരെ നേരത്തെ മുൻകാല ആളുകൾ ചെയ്യേണ്ട സംഭവമായിരുന്നു.
അത് കറക്റ്റായിട്ടൊരു സംഭവമാണ്. ഇതിൻ്റെ ഇടയിൽ ജില്ലാൻ്റണി പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. അദ്ദേഹം പറഞ്ഞ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഈ പ്രമേയത്തെ ഞാൻ അനുകൂലിക്കുന്നു. പക്ഷേ ഈ ചാലക്കുടിയിലെ ഗതാഗതക്കുരുക്ക് അവസാനിപ്പിക്കാനായിട്ട് നമ്മൾ കുറേ തീരുമാനം എടുത്തല്ലോ. എന്നിട്ട് എന്തായിന്ന് അതിന് നഗരസഭാ ചെയർപേഴ്സൺ അതിന് മറുപടി പറഞ്ഞ് ഇങ്ങനെ അവിടെ കിടന്ന് വീഴുമ്പോഴാണ് അതിൻ്റെ യഥാർത്ഥ കാരണം എന്താണെന്നുള്ളത് വൈസ് ചെയർമാനായിട്ടുള്ള കെ വി പോൾ പറയുന്നത്. എന്താ സംഭവം? കാശ് കൊടുക്കണം, അവരിനി പണി ചെയ്യില്ല എന്ന് പറഞ്ഞിരിക്കുകയാണ്. എൻ്റെ കാശിൻ്റെ കാര്യങ്ങൾ സാങ്ഷൻ ആയാലേ പണി നടക്കുള്ളൂ. ഈ ആളുകളെ മുഴുവൻ പറ്റിക്കല്ലേ നമ്മുടെ ഈ പത്രമാധ്യമങ്ങളിലൂടെ ഇതുപോലെ വാർത്തയിട്ട് ഇപ്പം നടക്കും. എന്താണ് നടന്നിട്ടുള്ളത്? ഒരു സംഭവം നടന്നിട്ടില്ല. അപ്പോൾ ഈ നൂറ്റാണ്ടിൻ്റെ ഏറ്റവും വലിയ ചാലക്കുടി കോമഡി അവതരിപ്പിച്ചിരിക്കുകയാണ്. യാതൊരു ഉറപ്പില്ല ഇത് എന്ന് വരുന്നു. നമുക്കൊരു തുടക്കം കുറിക്കാം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇനി എങ്ങാനും വന്നാലോ അതിന് നമുക്കൊരു തുടക്കം ഇപ്പോൾ കുറിക്കാം എന്ന് പറഞ്ഞിട്ടാണ് ഈ തീരുമാനം എടുത്തിട്ടുള്ളത്. നിലവിലുള്ള ഈ ഗുഹാമുഖം എന്നറിയപ്പെടുന്ന നമ്മുടെ അടിപ്പാതയുടെ യഥാർത്ഥ പ്രശ്നങ്ങൾ മനസ്സിലാക്കാനോ അതിലെന്താണ് സംഭവിച്ചിട്ടുള്ളതെന്ന് അറിയാനോ ജനങ്ങൾക്ക് അവകാശമുണ്ട്. പക്ഷേ യാതൊരുവിധ ഇടപെടലും അതിൽ നടത്തുന്ന ആളുകൾ തന്നെ പറ്റിച്ചുകൊണ്ടിരിക്കുന്നു. ബാക്കി നമ്മുടെ ഭരണാധികാരികൾ സംസാരിച്ച കാര്യങ്ങൾ നമുക്ക് കേൾക്കാം. നന്ദി, നമസ്കാരം. ഈ പ്രായോഗിക ബുദ്ധിമുട്ട് ഇനി വരാൻ പോകുന്ന ബുദ്ധിമുട്ട് കോടതി തുറക്കുന്നതോടൊപ്പം അവിടെ വരുന്ന ഗതാഗത കുരുക്ക് ഇപ്പൊ നമ്മൾ എന്ത് കാര്യങ്ങൾ ഇവിടെ ക്രമീകരണം ഉണ്ടാക്കിയാൽ പോലും പരിഹരിക്കാൻ പറ്റാത്തത്തോളം 20ഓളം കോടതികളാണ് വരാം. അപ്പൊ വരാൻ പോകുന്ന അപകടകരമായ ഒരു അവസ്ഥ, വലിയ പ്രതിസന്ധി നമ്മളൊക്കെ നേരിടേണ്ടി വരും. ഇത് റവന്യൂ ടവറിന്റെ നിർമ്മാണം ഇതൊക്കെ വരുന്നൊരു വലിയൊരു ഗതാഗതക്കുരുക്കും ജനങ്ങൾ നേരിടേണ്ട ബുദ്ധിമുട്ടും. അപ്പൊ അതിന് പ്രായോഗികമായി ഇപ്പോഴേ മുതലൊരു ആരംഭം കുറിച്ച് നമ്മുടെ ചാലക്കുടി നഗരസഭയിലെ 37 കൗൺസിലർമാരെ മടക്കി തിരിച്ച് ഇതിന് ഒരു തുടക്കം കുറിക്കാൻ വേണ്ടി മാത്രമാണ് ഇത് അവതരിപ്പിച്ചത്. NHAയുടെ ഉന്നത ഉദ്യോഗസ്ഥരുമായിട്ട് സംസാരിക്കാനുള്ള ഒരു അവസരം എനിക്ക് ലഭിക്കുകയാണ്. അപ്പൊ ഞാൻ പേഴ്സണലായിട്ട് ടോക്കില് ഈ മാള റോട്ടിലെ അണ്ടർ പാസേജോ ഫ്ലൈ ഓവറോ സംസാരിച്ചപ്പോൾ അവരെന്നോട് പറഞ്ഞ കാര്യമാണ്. എത്രത്തോളം ശരിയുണ്ടെന്ന് അറിയില്ല. അവർ പറഞ്ഞ വിശ്വാസം പ്രകാരം ഇപ്പൊ നിലവില് ഇത് ഹൈവേ പണിയുന്ന കരാറുകാർക്ക് സർവീസ് റോഡുകൾ, ഇപ്പോൾ ഇരിഞ്ഞാലക്കുട റോട്ടിൽ നിന്ന് പേരാമ്പ്ര വരെയുള്ള സർവീസ് റോഡുകൾ, ആശ്രമം ജംഗ്ഷനിലെ ഫ്ലൈ ഓവർ, പുതുക്കാട് ഫ്ലൈ ഓവർ ഉൾപ്പെടെയുള്ള ഫ്ലൈ ഓവറുകൾ ചെയ്യാനുള്ള ഒരു കരാർ അവരെ ഏൽപ്പിച്ചു. 2028 വരെ ടോളും അവരെ ഏൽപ്പിച്ചു. ഇനി അത് നീട്ടി കൊടുക്കില്ല എന്നുള്ളൊരു തീരുമാനം എടുത്തിട്ടുണ്ട്. ഇനി ഇതിപ്പോ ഈ അണ്ടർ പാസേജ് മാള റോട്ടിൽ അല്ലെങ്കിൽ മുനിസിപ്പൽ ജംഗ്ഷനിൽ വേണമെങ്കിൽ 2028 ശേഷം NHA റോഡ് ഏറ്റെടുത്തതിന് ശേഷം NHAക്കാണ് അത് ചെയ്യാൻ സാധിക്കുള്ളൂ എന്നാണ് എന്നോട് വ്യക്തിപരമായ സംസാരത്തിൽ വന്നത്. അങ്ങനെ എന്നോട് പറഞ്ഞൊരു അറിവ് ഈ കൗൺസിലിൽ പറഞ്ഞു തന്നു. അപ്പോൾ നമ്മൾ ഈ പ്രമേയമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ ഇങ്ങനൊരു സാങ്കേതികത്വം കൂടി എന്നോട് അവർ പറയുകയുണ്ടായി എന്നുള്ളത് ഇവിടെ അവതരിപ്പിക്കുന്നു. എന്തായാലും നമുക്ക് ഇത് തുടർ നടപടികൾ ആരംഭിക്കാം, അതിനുള്ള ശ്രമങ്ങൾ തുടരാം എന്ന് മാത്രം പറയാം. NHAയുടെ ഇപ്പൊ വന്നിരിക്കുന്ന പ്രമേയം വളരെ നേരത്തെ ചെയ്യേണ്ട പ്രമേയമായിരുന്നു. നേരത്തെ ഉണ്ടായിരുന്ന നമ്മുടെ ആളുകൾ അത് വേണമെന്ന് ശ്രദ്ധിക്കാത്തതുകൊണ്ടാണ് അലൈൻമെന്റ് അങ്ങനെ ആയിപ്പോയത്. എന്നിരുന്നാലും ഇതിന് വലിയ പ്രസക്തിയുണ്ട് ഈ പ്രമേയത്തിൽ. നമ്മൾ പ്രമേയം പാസാക്കി കേരള സർക്കാർ അതിനുവേണ്ട കാര്യങ്ങൾ ചെയ്ത് ഉപരിതല ഗതാഗത വകുപ്പ് മന്ത്രി കണ്ട് ഒരു പട്ടണത്തിന്റെ നെടുമ്പാശ്ശേരി പോലെ അടുത്തുള്ള ഏറ്റവും പെട്ടെന്ന് വികസിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പട്ടണത്തിന്റെ വികാസത്തിന് ഇങ്ങനെ ഒരു കാര്യം വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5000 ചില കോടി രൂപ ഒരു വർഷം നാഷണൽ ഹൈവേക്ക് ചെലവഴിക്കുന്ന ഒരു സർക്കാരിന്, കേരളത്തിൽ മാത്രം ചെലവാക്കുന്ന ഒരു സർക്കാരിന് ഈ ഒരു പ്രോജക്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമൊന്നുമില്ല. NHAയുടെ സൂപ്പർവൈസർ വന്നിട്ട് നടക്കില്ല എന്ന് പറഞ്ഞൊന്നും ശരിയല്ല. NHAയുടെ സൂപ്പർവൈസർ വന്നിട്ട് ഇത് നടക്കില്ല എന്ന് പറയുന്നത്. NHAക്ക് വേണ്ടപ്പെട്ട ഡയറക്ടർമാരും PD ഉണ്ട്, അതേപോലെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരുണ്ട്. അവരൊക്കെ തീരുമാനിക്കുക. രണ്ടൊരു സൂപ്പർവൈസർ വന്നിട്ട് നടപ്പിലാവില്ല എന്ന് പറയുന്നത്. അതുകൊണ്ട് ഇത് നടപ്പിലാവും, നിശ്ചയദാർഢ്യമാണ്. അതായത് ഈ നാട്ടിലെ രാഷ്ട്രീയ നേതൃത്വത്തിന്റെ ഇച്ഛാശക്തി നിശ്ചയദാർഢ്യമാണ് ഏതൊരു പദ്ധതി നടപ്പിലാക്കുന്നതിന് ഒരു കാര്യം എന്ന് പറയുന്നത്. അതുകൊണ്ട് നമ്മൾ ഒത്തൊരുമിച്ച് നിശ്ചയദാർഢ്യത്തോടു കൂടി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇത് യാതൊരു സംശയമില്ല. PWD ചെയർമാൻ പറയാണ് അത് നടക്കാൻ സാധ്യതയില്ല, 2028 ശേഷം നടക്കാൻ സാധ്യതയുള്ളൂ. നിങ്ങൾ കൂട്ടായിട്ട് ചർച്ച ചെയ്തൊരു പ്രമേയമാണെങ്കിൽ ചാലക്കുടിയിലുണ്ടായ ഗതാഗത കുരുക്ക് പരിഹരിക്കാൻ കഴിയാത്തത് കൊണ്ടാണ് നിങ്ങൾ ഇത്തരം ഒരു പ്രമേയം ഇത് കൗൺസിലിൽ വെച്ചിട്ട് ഈ ചാലക്കുടിയിലെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചത്. പ്രമേയമായിട്ടുള്ള അവതരിപ്പിക്കുമ്പോൾ ആ പ്രമേയത്തിനെ ഞാൻ പൂർണ്ണമായിട്ട് പിന്തുണയ്ക്കുകയാണ്. കാരണം അത് ആവശ്യമാണ്. കൗൺസിലർമാർ ഇങ്ങനെ തീരുമാനത്തെ ആദ്യം ചെയ്താൽ കഴിയും. ഒരു നല്ല തീരുമാനമാണ്. നമ്മുടെ സ്കൂളുകളിൽ തോന്നുന്നു, കോളേജുകളിൽ തോന്നുന്നു, ചാലക്കുടി പട്ടണം വളരെ രൂക്ഷമായ ഗതാഗത മറ്റൊരു പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുകയാണ്.
പക്ഷെ ഈ പ്രശ്നങ്ങൾ നിൽക്കുമ്പോൾ ഇത് അവതരിപ്പിക്കുന്നതാണ് ഇതുകൊണ്ടൊക്കെയാണ് ഞാൻ പറയുന്നത്, വീണ്ടും ആവർത്തിക്കാണ്. പക്ഷെ ഈ പ്രശ്നത്തിൽ പരിഹാരം കാണണ്ട. ഈ ബെൽമോത്തുനിന്ന് ഒരു മാസക്കാലായിട്ട് അവരോട് പോയിട്ട് ഇതൊന്ന് കട്ട് ചെയ്ത് ആളുകൾ കുറച്ചും കൂടി അടിപ്പാലക്കൂടെ ഉള്ളി കൂടെ പോകാനുള്ള സഞ്ചാര സൗകര്യം ഒരുക്കാനായിട്ട് ഇപ്പോഴും തടസ്സം ഉണ്ടാവും. ഇതിന് പിന്നീട് നമ്മൾ വെറുതെ ആളുകളെ കാണിക്കാൻ വേണ്ടി കുറച്ച് ആൾക്കാരെ വിളിച്ചു വന്നു, അവർ ഉദ്യോഗസ്ഥരെ കാണിച്ചു കൊടുത്താൽ അത് കാണിച്ചു കൊടുത്താ അപ്പൊ തന്നെ ഈ എഴുത്ത് ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുക. എഴുത്തിന് കുഴപ്പമില്ല. അല്ലാതെ ഗാന്ധിനഗർ സെക്രട്ടറി മറ്റേ ശങ്കരാടി ഒരു വിഷയം മുമ്പ് എഴുതി അതൊന്നും കുഴപ്പമില്ല. ആരോട് എഴുതി കുഴപ്പം വാർത്ത ആവശ്യമായി ഒന്നും. പക്ഷെ അതല്ല വിഷയം. നമ്മൾ എഴുതി കൊടുക്കുന്ന വിഷയം യുദ്ധകാല അടിസ്ഥാനം നടത്തണമെന്ന് ആരെ ദിവസം മറ്റൊരാൾ ചുമതലപ്പെടുത്തിക്കൊണ്ട് നമ്മള് കോൺട്രാക്ടർ കോഴിക്കാട്ടാണ് ചുമതലപ്പെടുത്തി എസ്റ്റിമേറ്റ് എടുത്തു. ആ എസ്റ്റിമേറ്റ് പ്രകാരം 3,80,000 രൂപയാണ് നമുക്ക് തന്ന എസ്റ്റിമേറ്റ്. സൈറ്റ് എഞ്ചിനീയർ പ്രോജക്ട് ഡയറക്ടറുടെ മുമ്പ് നമ്മൾ സമർപ്പിച്ചിട്ടുണ്ട്. നമുക്ക് ഫണ്ടെടുത്ത് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ സെക്രട്ടറിയോട് ചോദിച്ചു. അതാണ് ഏറ്റവും എളുപ്പത്തിൽ പെട്ടെന്ന് നടക്കാൻ പറ്റിയൊരു കാര്യം. നമുക്ക് 3,80,000 രൂപ കരാറുകാരന്, അതായത് ഇപ്പോ ഈ താൽക്കാലിക മെയിൻ്റനൻസ് ചെയ്യാൻ വേണ്ടി ബെൽമോത്തിന്റെ മറ്റു പ്രവർത്തികൾ ചെയ്യാനായിട്ട് കൊടുക്കാൻ സാധ്യമാകുമെങ്കിൽ ഇന്ന് വൈകുന്നേരം നമുക്ക് അതിന്റെ പണികൾ തുടങ്ങാനായിട്ട് സാധിക്കും. കരാറുകാരന്റെ സൂപ്പർവൈസർ ഉൾപ്പെടെയുള്ള എഞ്ചിനീയർ നമ്മൾ അറിയിച്ചിട്ടുണ്ട്. പക്ഷെ ഈ തുക കണ്ടപ്പോ അത് അയാളെ ഏൽപ്പിക്കുക മാത്രമല്ല, ആ കരാറുകാരന്റെ മാനേജറെ ഒക്കെ നേരിട്ട് വിളിച്ചിട്ടുണ്ട് ഈ കാര്യത്തില്. അവര് പറഞ്ഞൊരു കാര്യം, ഞങ്ങളോട് ദേശീയപാത അതോറിറ്റി അന്ന് തൃശ്ശൂര് നടന്ന യോഗത്തിൽ അതിനുശേഷം പറഞ്ഞിട്ടുള്ളത്, പറഞ്ഞിട്ടുള്ളത് അതിന്റെ 4 കട്ട് ചെയ്ത് കൊടുക്കണം, ആ ബെൽമൊത്തൊന്നും ഉണ്ടാക്കി കൊടുക്കണം എന്ന് പറഞ്ഞത്. ഒരു ചുരുങ്ങിയ ചെലവിലുള്ള ഒരു നിർമ്മാണ പ്രവൃത്തി മാത്രമായിട്ടാണ് ഞങ്ങൾ ഇതിനെ കരുതിയിട്ടുള്ളൂ. ഞങ്ങൾ അവിടെ ഞങ്ങളുടേതായ തെറ്റുകൊണ്ട് അവിടെ യാതൊരു കുരുക്കും ഞങ്ങൾ ഉണ്ടാക്കിയിട്ടില്ല. എന്താണോ ദേശീയപാത അതോറിറ്റി ഡിസൈൻ ചെയ്ത് തന്ന അത് പ്രകാരമുള്ള നിർമ്മാണം ഞങ്ങൾ നടത്തിയത്. ഞങ്ങൾ ചെയ്തൊരു കുറ്റം റെക്ടിഫൈ ചെയ്യാൻ ഒരു കാര്യം ഞങ്ങളുടെ ഭാഗത്തില്ല. അതുകൊണ്ട് ഞങ്ങളുടെ കുറ്റം തീർക്കാനുള്ള നിർമ്മാണമല്ല. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾക്ക് ചെയ്യുന്നതിന് പരിമിതി ഉണ്ട്. പ്രത്യേകിച്ച് ഞങ്ങൾക്ക് ഈ ഭാഗത്ത് ഒരു നിർമ്മാണം ഇല്ല. നിലവിൽ ഇപ്പൊ ഈ പരിസരത്ത് നടക്കുന്നത് വേറെ ഏജൻസികളാണ് ദേശീയപാതയിൽ നിർമ്മാണങ്ങൾ നടത്തുന്നത്. ഇത്രയും വലിയൊരു തുക എടുത്ത് ചെയ്യുന്നതിന് ഞങ്ങൾക്ക് പരിമിതി ഉണ്ട്. ഞങ്ങൾ ബന്ധപ്പെട്ട PDയിലേക്ക് വിവരം അറിയിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. നിർമ്മാണത്തിനെ സംബന്ധിച്ച് ചെയർപേഴ്സൺ ഈ കാര്യത്തിൽ വളരെ കൃത്യമായിട്ട് നമ്മളെല്ലാവരും കൂടി പോയി നോക്കി. ആന്റണിനെ അവര് ആൾക്കാരെ ചുമതലപ്പെടുത്തി. ആന്റണി നമ്മളെ കാട്ടാളം പോളിനെ ചുമതലപ്പെടുത്തി. പോളി അത് നോക്കി. പോളി അതിന്റെ എസ്റ്റിമേറ്റ് കാര്യങ്ങൾ തയ്യാറാക്കി എസ്റ്റിമേറ്റിലൊന്നും അവരുടെ തടസ്സമോ കാര്യങ്ങളൊന്നും പറഞ്ഞില്ല. ഒക്കെ ശരിയാണ്. അത്ര പൈസ റേറ്റ് ഒക്കെ അവർ ഓക്കെ പറഞ്ഞു. പക്ഷെ ഇപ്പൊ പറയുന്നത് അവരുടെ പണിയൊക്കെ കഴിഞ്ഞു 2,00,000 രൂപ, 3,80,000 രൂപ. ഇത്രയും പൈസ വലിയ ഭീമമായ സംഖ്യയാണ്. ഞങ്ങളുടെ നിർമ്മാണമൊക്കെ കഴിഞ്ഞു പോയി തന്നെ ഞങ്ങൾക്ക് സാധിക്കില്ല എന്നുള്ള നെഗറ്റീവ് ആയിട്ടുള്ള ആൻസറാണ് ഇപ്പൊ വന്നത്. പോളിയെ സംബന്ധിച്ച് നമ്മൾ നിർമ്മാണ ചുമതല ഏൽപ്പിച്ച കരാറുകാരന് പൈസ കിട്ടാണ്ട് പറ്റില്ല. അതാണ് ഇപ്പൊ ചെയർമാൻ ആശങ്ക പറഞ്ഞത്. സെക്രട്ടറിയോട് പറഞ്ഞപ്പോ നമ്മൾ കൗൺസിലർ തീരുമാനം എടുത്തേ പറ്റും. നമ്മൾ ഈ അടിയന്തര സ്വഭാവമുള്ള ഇത്രയും ഗൗരവമുള്ള ഒരു വിഷയത്തിന് 3,80,000 രൂപയാണെങ്കിൽ 3,80,000 രൂപ എന്തെങ്കിലും 5% വർദ്ധിച്ചാൽ തന്നെ ആ പൈസ മുഴുവൻ ഓൺ ഫണ്ടിൽ നിന്ന് പണം എടുത്ത് ഇത് പണി നടത്താൻ നമ്മൾ കൗൺസിൽ തീരുമാനിക്കണം. അത് പണി ഇത് അടിയന്തര പ്രാധാന്യമുള്ള വിഷയമാണ്. അടിയന്തര പ്രാധാന്യമുള്ള വിഷയം നമ്മൾ മറ്റ് ഭൂതകാലത്തേക്കുള്ള 5-10 വർഷം കിട്ടിയെന്ന് പറയുന്ന സംഭവമാണ്. ഇത് നടപ്പിലാക്കാൻ പറ്റുന്ന സംഭവമാണത്. എനിക്ക് സംശയം പ്രഹസനായി തോന്നി. എനിക്ക് തമാശയായിട്ട് തോന്നുന്നത് എല്ലാവരും കൂടി പോവാ, അവിടെ മീഡിയാസ് കൊണ്ടുവരാ, വെറുതെ കാണിക്കുക. ഇതിനു മുമ്പ് ബഹുമാനപ്പെട്ട എന്റെ നാട്ടുകാരൻ കൂടിയ ഷിപ്ചാട്ടൻ ചെയർമാനെ ഇതേമാതിരി ബെൽമോത്ത് പൊളിക്കുന്ന ഒരു വാർത്താ മീഡിയ വിളിച്ച് മറ്റേ ചാനലിനെ വിളിച്ചിട്ട് അത് വാർത്തയായതാണ് 1.5 കൊല്ലം മുമ്പ്. ഇപ്പൊ വീണ്ടും എനിക്ക് സത്യം പറഞ്ഞൊന്നും വരാൻ താല്പര്യമില്ല. അത് വിൻസാനും കൂടി വിളിച്ചതിന്റെ ഭാഗമായിട്ട് ഞാൻ വന്നത്. അന്ന് വന്നു, അവിടെ പ്രഹസനമായിട്ട് കണ്ട് അതൊക്കെ ചെയ്യുന്നൊക്കെ പറഞ്ഞ എസ്റ്റിമേറ്റ് എടുത്ത് പറഞ്ഞ കലാകാരൻ ഒക്കെ ചെയ്തു. ശരി, എന്നിട്ട് അവർക്ക് ഈ എസ്റ്റിമേറ്റ് ഒക്കെ കാണിച്ചപ്പോ 3,70,000 രൂപ അവർക്ക് ചെയ്യാൻ പറ്റില്ല. ഞങ്ങള് ഇത് പണി പൂർത്തീകരിച്ച് ഇതിനൊന്നും തൊടാൻ പറ്റാന്ന് പറയുമ്പോ നമുക്ക് എന്ത്? അവിടെ നമ്മളാണ് അവസാന തീരുമാനം. ഓൺ ഫണ്ടിൽ നിന്ന് മാത്രമല്ല, നമുക്ക് അല്ലാതെ കൂടെ നമ്മളെ ഫുട്ബോൾ കളി കളിക്കാൻ വേണ്ടി 3 ലക്ഷം രൂപ നമ്മൾ പിരിച്ചില്ലേ? ഇത് അതിലും പ്രധാനപ്പെട്ട ഒരു വിഷയമൊക്കെ നമുക്ക് ചാലക്കുടി പട്ടണത്തിന് മുഴുവൻ ആളുകൾ ഇതിനുള്ളിൽ ഇരിങ്ങല്ലേ കുഞ്ഞിപ്പിള്ളേരെ ഓൺ ഫണ്ടിൽ നിന്ന് സെക്രട്ടറി ഹോം കണ്ടീഷൻ വെച്ചിട്ട് അവിടെ ഒരു കമ്പനി അവിടെ അല്ലെങ്കിൽ പൊതുജനങ്ങളെ കണ്ടെത്തിയിലേക്കും ആ സാധനം കുറച്ചും കൂടി കുറയ്ക്കാനുള്ള സംവിധാനങ്ങൾ ഏർപ്പെടുത്തണം. അതായിരിക്കും നമ്മുടെ പ്രധാനപ്പെട്ട വിഷയം.
അല്ലെങ്കിൽ മുനിസിപ്പൽ ജംഗ്ഷനിൽ ചെറുവാഹനങ്ങൾക്ക് പോകാനുള്ള ഒരു പാതയാണ് ഇപ്പൊ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം. നമ്മൾ ഈ പ്രശ്നം നമുക്ക് എല്ലാവർക്കും അറിയാം. ഈ ഇപ്പോ നമ്മളുടെ ആശ്രമം ജംഗ്ഷനിൽ ഇപ്പൊ തന്നെ ഒരു മേൽപ്പാലത്തിനുള്ള അനുമതി NH കൊടുത്തിട്ടുള്ളതാണ്. ചാലക്കുടി പട്ടണം വളരുകയാണ്. നമ്മളൊരു നിർദ്ദേശം വയ്ക്കുമ്പോൾ ഇതിൽ തന്നെ കുരുങ്ങാതെ കുറച്ചും കൂടെ നീട്ടി വയ്ക്കുന്നതല്ലേ കുറച്ചും കൂടി നല്ലത്. അവിടെയും ഒരു നിർമ്മിതി വരികയാണ്. എന്തുകൊണ്ട് ഈ ഒരു നിർദ്ദേശം ചാലക്കുടി പട്ടണത്തിന്റെ ഇപ്പൊ കോട്ടയിലെ ഫ്ലൈ ഓവർ വരെ ഇത് നീട്ടാനുള്ള നിർദ്ദേശം കൊടുത്തുകൂടാ? പ്രത്യേകിച്ച് ഒരു പടിഞ്ഞാറ് ചാലക്കുടിക്കാരൻ എന്നുള്ള രീതിയിൽ കൂടിയിട്ടാണ് ഈ ഒരു കാര്യത്തിന് മുൻകൈ എടുത്തിട്ട് വന്നത്. അപ്പൊ നമുക്കറിയാം ഈ ദേശീയപാതയിലെ പ്രത്യേകിച്ച് ചാലക്കുടിയിലെ അടിപ്പാതയായിട്ട് ബന്ധപ്പെട്ട് പ്രത്യേകിച്ച് ഉണ്ടായിട്ടുള്ള ഗതാഗത കുരുക്ക് അത് അതിരൂക്ഷമായിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളിപ്പോ താൽക്കാലികമായിട്ടുള്ള എന്ത് പരിഹാരം നേരത്തെ പറഞ്ഞ പോലെ നമ്മളത് ചെയ്താലും അത് പൂർണ്ണതയിലേക്ക് എത്തില്ല എന്നുള്ളത് നമുക്ക് നല്ല ബോധ്യമുണ്ട്. ഇപ്പോ നമ്മളിങ്ങനെ ഇവിടെ ഒരു അടിപ്പാത തന്നെ മുനിസിപ്പൽ ജംഗ്ഷനിൽ വേണമെന്നോ അല്ലെങ്കിൽ അത് മേൽപ്പാത നമുക്ക് കോടതി ജംഗ്ഷൻ വരെ നീട്ടണം എന്നൊക്കെ പറയുമ്പോൾ നേരത്തെ കോളേട്ടൻ പറഞ്ഞ പോലെ അത് പുച്ഛിച്ചു തള്ളുന്നവരും കളിയാക്കുന്നവരും മോശമാണെന്ന് പറയുന്നവരൊക്കെ ഉണ്ടാവും. ഒരു പക്ഷെ ജനപ്രതികളായ നമ്മളെയൊക്കെ അത് മോശക്കാരായി ചിത്രീകരിക്കുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടാവും ഇപ്പൊ ഇത് പറയുന്നു. പക്ഷെ നമുക്കറിയാം ഇത് ശാശ്വതമായ ഒരു പരിഹാരം ഇതല്ലാതെ ഒരു പക്ഷെ നമുക്ക് സാധ്യമായിട്ട് ഇല്ല എന്നുള്ളത് തന്നെയാണ് സത്യം. ചാലക്കുടിയുടെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നം പരിഹരിക്കുന്ന ഒരു പ്രമേയം എന്നുള്ള രീതിയിൽ അതിനെ പൂർണ്ണമായിട്ടും ഈ പ്രമേയത്തെ ഞാൻ പിന്തുണയ്ക്കും.